സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാൻ വിട പറഞ്ഞു. ഫാലി എസ് നരിമാന്റെ മലയാളി വേരുകളെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. 1929 ജനുവരി 10 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമറിലെ യാങ്കൂണിലാണ് പകുതി മലയാളിയായി ഫാലി എസ് നരിമാൻ ജനിച്ചത്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നതിനെത്തിയ ബ്രാഞ്ച് മാനേജർ സാം നരിമാന്റെയും ബർമ്മക്കാരിയായ ബാനു ബർക്കർജിയുടെയും മകനായായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ കുടുംബ വേരുകൾ കോഴിക്കോട്ടാണ്. കേരള സർക്കാർ നേരിട്ട നിയമ പ്രതിസന്ധികളിലും ഫാലി എസ് നരിമാന്റെ ഉപദേശം തുണയായിട്ടുണ്ട്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നു കാട്ടി കേരളം സമർപ്പിച്ച ഹർജിയിൽ നരിമാന്റെ നിയമോപദേശം തേടിയിരുന്നു. കിഫ്ബിയും മസാല ബോണ്ടുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നപ്പോഴും ആദ്യ പിണറായി സർക്കാരിന് അദ്ദേഹം നിയമോപദേശം നൽകി. കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ രാജ്ഭവനിൽ പിടിച്ചുവച്ചപ്പോഴും ഇദ്ദേഹത്തിന്റെ നിയമോപദേശ പ്രകാരമാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ടറൽ ബോണ്ടുകൾ സുപ്രീം കോടതി തള്ളിയ വിധിയിൽ 2 ദിവസം മുമ്പ് ഒരു മലയാള ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിലൂടെ പൗരന്റെ ഇച്ഛയാണ് പ്രതിഫലിക്കേണ്ടത്. സർക്കാരുകളുടെ ജനാധിപത്യ സ്വഭാവം നിലനിൽക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ആ ലേഖനം അവസാനിക്കുന്നത്. കോടതി വിധിയുടെ വ്യാഖ്യാനം മാത്രമല്ല, മാതൃകയാക്കേണ്ട ഒരു നിയമജ്ഞന്റെ ജനാധിപത്യ കാഴ്ചപ്പാട് കൂടിയാണിത്. 1950 മുംബൈ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ ഫാലി എസ് നരിമാൻ ആ വർഷം തന്നെ മുംബൈ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി നിയമജീവിതം ആരംഭിച്ചു. 2 പതിറ്റാണ്ടിനു ശേഷം സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനും തൊട്ടടുത്ത വർഷം ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായി. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് അദ്ദേഹം പദവി രാജിവെച്ചു. ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇന്റേണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ വൈസ് ചെയർമാൻ, ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റുകളുടെ ഓണററി അംഗം, ലണ്ടൻ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ആർബിട്രേഷൻ അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1999 UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിൽ ഉപദേശക ബോർഡിൽ അംഗമായി. 1995 മുതൽ 1997 വരെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റുകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ സുപ്രധാനമായി മാറിയ പല വ്യവഹാരങ്ങളിലും ഫാലി എസ് നരിമാൻ ഭാഗമായിട്ടുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ പാർലമെന്റിന് റദ്ദാക്കാനാകില്ലെന്ന സുപ്രധാന വിധി വന്ന ഗോലക്നാഥ് കേസ്, ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട SP ഗുപ്ത കേസ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തിൽ പിന്നീട് നിർണായകമായ TMI പൈ കേസ് തുടങ്ങിയ ഭരണഘടന ഇഴകീറി പരിശോധിക്കപ്പെട്ട കേസുകളിൽ എല്ലാം നരിമാന്റെ ഇടപെടലുകൾ പിൽക്കാല അഭിഭാഷകർക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ പോന്നതായിരുന്നു. ഭോപ്പാൽ വിഷവാതക ദുരന്ത കേസിൽ യൂണിയൻ കാർബൈഡിന് അനുകൂലമായ കോടതിയിൽ ഹാജരായത് തെറ്റായ തീരുമാനമായി പോയെന്ന് പിന്നീട് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഈ കേസിൽ ഇരകളുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥത അടക്കം നരിമാന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായി. ജോലിയുടെ ഉത്തരവാദിത്വവും ധാർമ്മികതയും ധർമ്മസംഘടനകളും എല്ലാം നിറഞ്ഞതായിരുന്നു തന്റെ ജീവിതത്തിൽ നാഴികക്കല്ലായി മാറിയ ഈ കേസെന്ന് ആത്മകഥയായ വെൻ മെമ്മറീസ് ഫെഡിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 1:30 അദ്ദേഹത്തിന്റെ അന്ത്യം. ഭാരതീയ നീതിശാസ്ത്ര സംഹിതയുടെ ജനനത്തിനും വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച നിയമജ്ഞനാണ് വിടവാങ്ങിയിരിക്കുന്നത്. 7 പതിറ്റാണ്ട് നീണ്ട ആ വിശിഷ്ട സേവനത്തിന് രാജ്യം 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചു.